ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിന് നേരെയുണ്ടായ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ കടുത്ത പ്രതിഷേധവുമായി റഷ്യ രംഗത്തെത്തി. ആണവ നിലയത്തിന് നേരെയുള്ള പ്രകോപനം ഉടൻ അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തു. നിലയത്തിൽ ജോലി ചെയ്യുന്ന റഷ്യൻ ജീവനക്കാരുടെ ജീവൻ അപകടത്തിലാണെന്നും ഇത്തരം നീക്കങ്ങൾ ഒരു വലിയ ആണവ ദുരന്തത്തിന് വഴിമാറുമെന്നും മോസ്കോ മുന്നറിയിപ്പ് നൽകി. നിലവിലെ ആക്രമണത്തിൽ വലിയ അപകടങ്ങൾ ഒഴിവായത് ഭാഗ്യം കൊണ്ടാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. 6 വർഷം മുൻപ് ലോകത്തെ പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരിക്ക് സമാനമായ ആഘാതം ഈ യുദ്ധം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. അന്താരാഷ്ട്ര വ്യാപാര ശൃംഖലയെയും ഉൽപാദന മേഖലയെയും സംഘർഷം സാരമായി ബാധിക്കുന്നുണ്ട്. റഷ്യയുടെ ഈ ശക്തമായ പിന്തുണയ്ക്ക് ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ കരുത്ത് പകരുന്നതാണെന്ന് ഇറാൻ പ്രസിഡന്റ് പ്രതികരിച്ചു. 2 ദിവസം മുൻപാണ് ബുഷെഹർ ആണവ നിലയത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. മിസൈൽ അവശിഷ്ടങ്ങൾ നിലയത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ വീണെങ്കിലും ആണവ ചോർച്ചയോ മറ്റ് വലിയ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അമേരിക്കൻ സൈനിസ്റ്റ് ശത്രുക്കൾ തങ്ങളെ ലക്ഷ്യമിടുകയാണെന്നും എന്നാൽ നിലയം സുരക്ഷിതമാണെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മേഖലയിൽ സംഘർഷം പുകയുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ജാഗ്രതയോടെയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷാവസ്ഥയ്ക്കിടെ പുതിയ അവകാശവാദവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇറാൻ US-ഉമായുള്ള ബാക്ക് ചാനൽ ചർച്ചകൾ തുടരുന്നതിനിടെ ഹോർമുസ് കടലിടുക്ക് വഴി 10 ഓയിൽ ടാങ്കറുകൾക്ക് കടന്നുപോകാൻ അനുമതി നൽകിയതായി ട്രംപ് പറഞ്ഞു. ഈ നീക്കത്തെ ഇറാന്റെ ഗുഡ്വിൽ അടയാളമായി അദ്ദേഹം വിശേഷിപ്പിച്ചു. വൈറ്റ് ഹൌസിലെ ക്യാബിനറ്റ് യോഗത്തിനിടെയാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ട്രംപിന്റെ വാക്കുകൾ പ്രകാരം ആദ്യം 8 വലിയ ഓയിൽ ടാങ്കറുകൾക്ക് അനുമതി നൽകുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. ചില ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നുപോകാൻ തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. ഈ വിവരം വാർത്തകളിലൂടെ തന്നെയാണ് തനിക്ക് വ്യക്തമായതെന്നും ട്രംപ് വ്യക്തമാക്കി. കൂടാതെ ഈ മാർഗം ഉപയോഗിക്കുന്നതിന് ഇറാൻ ടോൾ ഈടാക്കുന്നതായും അത് ശരിയായ നടപടിയല്ലെന്നും അദ്ദേഹം വിമർശിച്ചു. തുടർന്ന് ടാങ്കറുകളുടെ എണ്ണം വർദ്ധിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. ആദ്യം 8 ആയിരുന്ന ടാങ്കറുകളുടെ എണ്ണം പിന്നീട് 10 ഉയർന്നതായും ഇത് ഇറാൻ കൂടുതൽ സഹകരിക്കാൻ തയ്യാറാണെന്ന സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംഭവ വികാസം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ തുടരുന്നതിന്റെ തെളിവാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കൂടാതെ കടന്നുപോയ ടാങ്കറുകൾ ചിലത് പാകിസ്ഥാൻ പതാകയുള്ളവയായിരിക്കാമെന്നും ട്രംപ് സൂചിപ്പിച്ചു. ഇതിലൂടെ ലോജിസ്റ്റിക്സിലോ നയതന്ത്ര തലത്തിലോ പാകിസ്ഥാന്റെ പങ്കുണ്ടായിരിക്കാമെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. ഈ പ്രസ്താവനകൾ ചർച്ചകളെ ബാധിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പരാമർശിച്ചെങ്കിലും വിഷയമേറെ സംവേദനശീലമാണെന്ന സൂചനയും അതിലൂടെ ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ തുടർന്ന് അമേരിക്ക ഇറാൻ ബന്ധവും ഗുഡ്വിൽ നീക്കവുമെല്ലാം വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധയിലെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.